ആമച്ചേട്ടന് തിരക്കാണോ? ഇല്ലില്ല. എന്താ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ആദ്യമായിട്ടാ. ഒരാളെ അന്വേഷിച്ചു വന്നതാ. ആഹാ, അതിനെന്താ? ആരെയാ അന്വേഷിക്കുന്നേ? എനിക്കറിയില്ലെങ്കിൽ ചേട്ടൻ അറിയായിരിക്കും അല്ലേ? അത് ശരിയാ. ആരെ കുറിച്ച് അറിയണ്ടേ? കാത്തു കാത്തുന്ന് പറഞ്ഞ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കാത്തുവോ? അങ്ങനെ ആരും ഇവിടെ ഇല്ലല്ലോ അല്ലേ? അതാ പൂച്ച. ശരിയാ ശരിയാ, ഞാനേ അത് ഓർത്തില്ല. അതൊരു ഭയങ്കരം കണ്ടം പൂച്ച. ഇവിടൊന്നും അങ്ങനെ വരാറേ ഇല്ല. എന്താ കാര്യം? വലിയ ഉപകാരം. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ, ഒരു ചെറിയ കാര്യമുണ്ട്. എന്തിനാ വല്ലവരോടൊക്കെ ഇങ്ങനെ കള്ളം പറയുന്നേ? അതൊക്കെ ഈ കുറുക്കനാണ് കുഞ്ഞുങ്ങളെ തപ്പി ഇറങ്ങിയിരിക്കുന്ന ആളെന്നൊരു സംശയം. എന്നെ പുറത്തുവിടാൻ വലിയ മടിയായിരുന്നു. കുഞ്ഞുങ്ങളെ തിരക്കി ആരോ ഇറങ്ങിയിട്ടുണ്ടെന്ന് അമ്മ എവിടുന്നോ കേട്ടിരിക്കുന്നു. അതാരായി ഭീകരൻ? കൊക്കമ്മാവനായിരുന്നോ? എന്താ ഇത് വഴി? കാത്തു, ആദ്യം നീ പറ, എന്താ ഈ വഴി? അത് ഞങ്ങൾ കളിക്കുമായിരുന്നു. കളിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അത് വീട്ടുമുറ്റത്ത് പോരെ? അത് ഞങ്ങൾ കളിച്ചിങ്ങ് എത്തിയെന്നേ ഉള്ളൂ. എന്നാലേ കളിച്ചത് മതി. ഞാൻ ഇന്നലെ കാത്തുവിനോട് പറഞ്ഞതല്ലേ, കുഞ്ഞുങ്ങളെ തിരക്കി ആരോ ഇറങ്ങി നടക്കുന്നുണ്ടെന്ന്. നിങ്ങൾ ഏതായാലും എളുപ്പം വീട്ടിലേക്ക് വിട്ടോ. കളിയൊക്കെ അവിടെ മതി. ശരി കൊക്കമ്മാവ, ഞങ്ങള് പോവാ. എളുപ്പം പോണേ. വഴിയിലെങ്ങി ഇനി നിക്കണ്ട. ആരെ കുറിച്ചാ കൊക്കമാവൻ പറഞ്ഞേ? അവൾ നമ്മളെ എങ്ങാനും പിടിച്ചോണ്ട് പോകൂ. അങ്ങനെ പേടിച്ചാ നമുക്ക് കുഞ്ഞൂസിനെ അമ്മയുടെ അടുത്ത് എത്തിക്കാൻ പറ്റുമോ? അത് ശരിയാ, നമുക്ക് മുന്നോട്ട് തന്നെ പോകാം കുഞ്ഞൂസേ. കാത്തു, ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഒരു വഴക്കുമില്ല. സത്യം, അന്ന് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാ. ആ കുഞ്ഞിനെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാ. ശരിക്കും ഞങ്ങളെ മുട്ട പൊട്ടിച്ചാളിന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു കള്ളിക്കൂല. അതെ, നിങ്ങളെ കാര്യം അറിയാതെ ഉപദ്രവിച്ചതിന് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. ഞങ്ങളോട് ക്ഷമിക്ക്. ആ കുഞ്ഞെവിടെ? അവന്റെ അമ്മയെ അവനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഹേ, അവന്റെ അമ്മയെ നിങ്ങൾ കണ്ടോ? ശരിക്കും കുഞ്ഞൂസിന്റെ അമ്മ എവിടെയുണ്ട്? ഞങ്ങൾ തിരക്കി നടക്കുമായിരുന്നു. ഞങ്ങള് കണ്ടത് തോടിനടുത്തുള്ള ആൽമരത്തിന്റെ കീഴിലാണ്. നിങ്ങൾ എന്തായാലും ഈ വഴി ഒന്ന് പോയി നോക്കും. ഇത് പറഞ്ഞു തന്നതിന് നിങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട്. അവന്റെ അമ്മയെ ഞങ്ങൾ ഇനി എങ്ങനെ ആയാലും കണ്ടെത്തിക്കോളാം. എന്താ അത്ര സന്തോഷം? കുഞ്ഞൂസിന്റെ അമ്മയെ കണ്ടോ? കണ്ടില്ല, പക്ഷെ അവന്റെ അമ്മ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. കുഞ്ഞൂസേ, നീ വിഷമിക്കാതെ. അമ്മ ഇതിനടുത്ത് എവിടെയെങ്കിലും കാണും. നമുക്ക് കണ്ടുപിടിക്കാം. കാത്തു, നമ്മള് വന്ന വഴിയല്ല ശരിയാ. കുഞ്ഞൂസിന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെന്ന് മനസ്സിലായില്ലേ? വഴിയെല്ലാം ശരി തന്നെയാ, പക്ഷെ അത് ഈ കണ്ടനടുത്തെത്താനുള്ള വഴിയാണെന്ന് മാത്രം. അയ്യോ, എന്റെ കുഞ്ഞൂസ്, എന്തിനാ അവനെ പിടിക്കുന്നേ? അവൻ അമ്മയെ കാണാതെ വിഷമിച്ചിരിക്കുവാ. അയ്യോ, അമ്മയെ പുലി പിടിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? കണ്ടനെ പറ്റിച്ചങ്ങ് കടന്നു കളയാമെന്ന് വിചാരിച്ചോ? പുഷ്പം പോലെ എന്റെ കയ്യിൽ കിട്ടിയ എലികളെയാ
നിങ്ങൾ തട്ടിത്തെറിപ്പിച്ചത്? ഞങ്ങൾക്ക് അവന്റെ അമ്മയെ ഏൽപ്പിക്കാനാ. ശരി, ഇവനെ തന്നേക്കാം. പകരം നിങ്ങൾ പോയി ആ എലികളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവാ. അയ്യോ, അതെങ്ങനെ? അങ്ങനെ പറയല്ലേ. പറഞ്ഞു കേട്ടില്ലേ? എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് പോയി കൊണ്ടുപോയ എലികളെ, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ശരിയാക്കി കളയും. കണ്ടനെ അറിയാവല്ലോ. അയ്യോ, എങ്ങനായാലും നമുക്ക് കുഞ്ഞൂസിനെ രക്ഷിച്ചേ പറ്റൂ. കണ്ടൻ ഓടിക്കാൻ എന്തെങ്കിലും സൂത്രം കണ്ടെത്തണം. നമുക്ക് തിരികെ പോയി അച്ഛനോടും അമ്മയോടും പറഞ്ഞാലോ? അത് ശരിയാ, പക്ഷെ ഒരു വഴക്കു പറയില്ലേ? അല്ലെങ്കിൽ കുഞ്ഞൂസിന്റെ അമ്മയെ നമുക്ക് കണ്ടുപിടിച്ച് കൊണ്ടുവന്നാലോ? പക്ഷെ നമുക്ക് അതിനുള്ള സമയമുണ്ടോ? ആ, അയ്യോ അമ്മേ, വേദനിക്കുന്നു. ഇത് പോകുന്നില്ലല്ലോ. ആ, അയ്യോ, ഉഫ്, രക്ഷപ്പെട്ടു. എന്തൊരു മീറ്റലായിരുന്നു. വെറുതെ അല്ല, ആ മുകളിലെ വള്ളിയിൽ കണ്ടോ ഒരു വലിയ നീറും കൂട്. കാത്തു, ഈ ഉറുമ്പ് കണ്ടന്റെ തലയിലായിരുന്നു വീഴേണ്ടിയിരുന്നതല്ലേ? ഒരു ഉറുമ്പല്ല, മൊത്തം ഉറുമ്പ് വീഴണമായിരുന്നു. അത് കൊള്ളാലോ. ഏ?